ചില ആളുകളുടെ പ്രവർത്തനത്തെ അപലപിക്കുന്നതും അതിന്റെ പലതരത്തിലുള്ള രാഷ്ട്രീയ സമരത്തെ എതിർക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇടവകയുടെ ജനങ്ങളെ ഇന്ത്യ സമാധാന റാലി നടത്തിയിരിക്കുന്നത്. നമുക്ക് മുദ്രാവാക്യം ചോദിക്കാൻ അറിയാൻ പാടില്ലാത്തല്ല, മുസ്ലിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഇടിക്കാൻ നമുക്ക് അറിയാൻ പാടില്ലാത്തല്ല, നമ്മുടെ വീടുകളിൽ കാറ്റുവരികൾ ഇല്ലാഞ്ഞിട്ടില്ല. പിന്നെ വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും പ്രകോപനം ഉണ്ടാക്കരുതെന്നാണ് നമ്മുടെ വിചാരണത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മറ്റു ഈ യുവയുടെ ജനങ്ങളുടെ ഒരു മനസ്സാക്ഷി ഉയരാൻ വേണ്ടി കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ സമാധാന റാലി നടത്തിയത്. ഈ സമാധാന റാലിയിൽ പങ്കുകൊണ്ട് നിങ്ങൾ ഏറെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം നിയോഗിക്കുക. 1964 എന്നെ കേൾക്കുന്ന പ്രായം തന്നെ ആളുകൾക്കറിയാം. പണ്ടേത് 1967 അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ പുതിയതായി ജൂനിയർ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉഴവരുടെ ഇടവകയിലെ ജനങ്ങൾ അന്നത്തെ വികാരിയത്തിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടി ഉഴവൂർ ജൂനിയർ കോളേജ് ആരംഭിക്കണമെന്നുള്ള പൊതുവായ വികാരം പ്രവർത്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്ത് നമ്മുടെ കോട്ടയം ഗ്രൂപ്പിയുടെ പ്രത്യേകമായിട്ട് അന്തരിച്ചുപോയ അഭിമന്യ തറവത്തിരുമേനിയുടെ അച്ഛൻ അപേക്ഷ സമർപ്പിക്കുകയും നമുക്കിടെ പിതാവ് ആ അപേക്ഷ ഗവൺമെന്റിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കമ്മീഷൻ വന്നു 1964 47 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉഴവൂരിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് ഇവിടെ നിൽക്കുന്ന പ്രായം ചെയ്ത ആളുകൾക്കറിയാം. ആ ഭൗതിക സാഹചര്യങ്ങൾ കണ്ടുമനസ്സിലാക്കിയ അന്നത്തെ കമ്മീഷൻ പറഞ്ഞ ഉഴവൂരിലെ കോളേജ് സ്ഥാപിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപേക്ഷ തരത്തിൽ. പക്ഷേ അന്ന് നമ്മുടെ ജനപ്രതിനിധിയായിരുന്ന അന്തരിച്ചുപോയ ചാരിവാട്ട് ജോസഫ് സാറും അന്ന് യൂണിവേഴ്സിറ്റി സെനറ്റില് കേരള യൂണിവേഴ്സിറ്റി സെനറ്റില് അംഗമായിരുന്ന നമ്മുടെ ഇവിടുത്തെ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന മരിച്ചുപോയ ജ്ഞാനി തുലാക്കോപ്പത്തരും ഫലമായിട്ട് ഗവൺമെന്റിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉടനെ കോളേജ് സ്ഥാപിക്കാനുള്ള അനുവാദം കിട്ടും. സ്ഥലങ്ങൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പ്രകടനത്തിന് 25 ഏക്കർ പേർ ഉഴവൂർ തൊഴിലുകളിൽ തൊട്ടടുത്തുള്ള വസ്തുവിനോട് സമരം നയിച്ചുകൊണ്ട് 25 ഏക്കർക്ക് ലേഖകളെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റിയെ കെട്ടിടത്തരം കോട്ടയം യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ആ രീതിയിൽ 65 കോളേജ് ആരംഭിച്ചു. അങ്ങനെ ഈ കോളേജ് ആരംഭിച്ചത് ഉഴവൂരിൽ മാത്രമല്ല, കോട്ടയം യൂണിവേഴ്സിറ്റിയിലെ ഗ്രാമീണ പ്രദേശത്തേക്ക് മാത്രമല്ല, പിന്നെ ഈ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാൻ കൊടുത്താണ്. നിങ്ങൾക്കറിയാം, അന്നത്തെ കോളേജുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പാലായി സെന്റ് തോമസ് കോളേജ്, കടലാശ്ശേരി എസ് കോളേജ്, കോട്ടയത്തെ CMS കോളേജ്, ആലുവയിൽ UP കോളേജ്, എറണാകുളത്ത് സേവന കോളേജ്, സെന്റ് ആൽബർട്ട് കോളേജ്, ഇങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങൾ മാത്രമേ കോളേജുള്ളൂ. ഉഴവൂരിലെ ജനങ്ങൾക്ക് അവരുടെ സന്താനങ്ങൾക്ക് പഠിക്കുവാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണമെന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ഉണ്ടായത്. അന്ന് ഈ കോളേജിന് വേണ്ടി പണിയെടുത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. ഈ കോളേജിന് വേണ്ടി സാമ്പത്തിക ചെലവ് ആളുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ഓരോ അംഗീകരിച്ച കോളേജ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി നോൺ സെൻസിറ്റീവ് കോളേജിന് കയറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരായ സമുദായത്തില് എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങൾക്ക് ഇന്ത്യൻ അടക്കം നാശം നിർവഹിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെയും അവരുടെ ആരോഗ്യവും സമ്പന്നമാക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നവരല്ലേ ഈ നാട് പുരോഗമിച്ചത്. 65 ഉഴവൂർ എന്തായിരുന്നു? ഈ 2011 ഉഴവൂർ എന്താണ്? ഞാൻ ഓർമ്മിക്കുന്നു, 64 ഈ കോളേജ് ആരംഭിച്ചപ്പോഴേ പെരുമത്തി പെരിയാറിൽ വാൻ മാത്രമായി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടാത്ത് കൊണ്ടുവരുന്ന കുട്ടികൾ ആ വാനിലാണ് ഉഴവൂരിലേക്ക് കൊണ്ടുവരുന്നത്. അത് കോട്ടയത്ത് നിന്നും TCS എന്നൊരു ബസ് മാത്രമേ കടത്തൂർ കൂടി ഉണ്ടായിരുന്നുള്ളൂ.
പാലാ കുട്ടാക്കൂടായിട്ടുള്ള ആർമസ്, കോട്ടയം വെളിയൂരായിട്ടുള്ള ട്രാൻസ്പോർട്ട്, നമ്മുടെ റോഡുകൾ പോലും ചാടിയിട്ടില്ല. അങ്ങനെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഈ സ്ഥാപനം വളർന്നു വന്നത്. ഇന്ന് ഈ സ്ഥാപനം വളർന്ന് 968 ഡിഗ്രി കോളേജാക്കി മാറ്റി. കോട്ടയം റോഡുകളിലുള്ള സ്ഥാപനത്തെ ഡിഗ്രി കോളേജാക്കി നിർമ്മിക്കുക. ഒത്തിരി സാമ്പത്തിക സഹായങ്ങള് ചെയ്തുകൊണ്ട് മാറിയിട്ടുണ്ട്. ഇത് കോട്ടയം ജില്ലയിലെ അഭിനന്ദനായ പോലീസുകാരുടെ ഘടകങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ്. ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് കോളേജ് സംരക്ഷണ സമിതിക്ക് വേണ്ടി ഞാൻ ഇറക്കിയ നോട്ടീസിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു വിദ്യാർത്ഥി ഈ കോളേജിൽ കാണിച്ചു വിട്ടുക സമ്മാനിക്കുന്നവര് അച്ചടക്കരഹിതമായ പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ് എന്ന് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടീസിൽ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എന്താണെന്ന് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഇവിടെ ഉച്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അംഗത്തുള്ള അഭിമാനങ്ങള് ഉടയൂർ സ്റ്റേറ്റ് കോളേജ് അധ്യാപകര് ഈ വിദ്യാർത്ഥികളുടെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ഒറ്റക്കെട്ടായി പ്രിൻസിപ്പൽ തന്നെ നേതൃത്വപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ അത്രയും അമ്മയും എത്രയോ പ്രാവശ്യം കോളേജിൽ വിളിച്ചു വരുത്തി ഈ കുട്ടിയുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ സമ്മതിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടമായി അവർ മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 25-ാം തീയതി മുതൽ വലിയ നിരാഹാര സത്യാഗ്രഹം പറഞ്ഞുകൊണ്ട് കോളേജ് കവാടത്തിന് പന്തല് കെട്ടി സമരം ആരംഭിച്ചത്. ആ സമരത്തിന് പ്രചോദനം കിട്ടിയിട്ട് ഈ അയൽപ്രദേശങ്ങളിലും പാർട്ടിക്കാരെ വിളവെടുത്തിട്ടുള്ളത് എന്തെല്ലാം ഭീഷണികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബലമായി കടകൾ അടപ്പിക്കുക, കട അടയ്ക്കൽ വിസർജിക്കുക, കടയോടുകളെ മർദ്ദിക്കുക, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനവര് വഴിയിൽക്കൂടെ വർത്തനയിൽ ആക്രോശമെടുക്കുക, മറ്റ് തൊഴിലന്മാർക്ക് ഭീഷണി ഉണ്ടാക്കുക, ഈ രീതിയിൽ എത്രമാത്രം ആഘാതകരമായ പ്രവർത്തനങ്ങളാണ് പുറത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ പാർട്ടി നേതൃത്വം നടത്തിയിട്ടുള്ളത്. എനിക്ക് അറിവുപരിയാളുകളെ ആൾക്ക് 400 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടാണ് ഈ കൂലിക്ക് ആളുകൾ ഇറക്കിയതെന്നാണ് ഒരു ഇടപക്ഷ ചാലുകളുടെ വ്യക്തികളോട് പറഞ്ഞത്. ഈ രീതിയിൽ ഈ നാട്ടിൽ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി, അനാചാരത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുട്ടർ ശ്രമിച്ച അവസരത്തിലാണ് കോളേജ് സംരക്ഷണ സമിതിയുടെ പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും നാം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വിജയമായ അഭ്യർത്ഥന, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രാദേശിക നേതാക്കന്മാരോടുള്ള അഭ്യർത്ഥന, ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിജയസമ്പന്നരായ ആളുകളോട് എനിക്ക് അപേക്ഷിക്കാറുള്ളത്, നിങ്ങളുടെ ആളുകളെ മര്യാദയ്ക്ക് നിർത്തുവാൻ നിങ്ങൾ അവരെ ഉപദേശിക്കണം. ആരാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജർ? കോട്ടയം മതിലൂടെ റദ്ദാപ്പെടുത്ത മൂലക്കാറ്റ് ചെയ്യുന്നത് ആരാണ്? മൂലക്കാറ്റ് ചെയ്യുന്നത് നമ്മുടെ രോഗാന്തം നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ മൂലക്കാറ്റ് ചെറുകയാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജർ. ഈ സ്ഥാപനത്തിൽ എതിരായി സമരം ചെയ്യുന്നതായ മൂലക്കാറ്റിന്റെ അമ്മയുടെ ആമ്മയുടെ മകളെ കെട്ടിയിടും. ഒട്ടനമ്പിനാളുകൾ മൂലക്കാറ്റിന്റെ ആളുകൾ മുഖത്ത് കൈകാര്യം വെക്കുന്ന ഈ ഭൂമിയായ നഗരമല്ലേ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നത്. ഇവരോട് ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളൂ. ക്രിസ്തുരാജനെ ഒറ്റിക്കൊടുത്ത യൂരാശയെ നോക്കി ക്രിസ്തുരാജൻ പറഞ്ഞു, ഇവൻ പ്രതിഷ്ഠാനും എത്രയോ നന്നായിരുന്നത്. അതുകൊണ്ട് ഒരൊക്കെ മൂലക്കാറ്റുണ്ടാകാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം ഇവരൊക്കെ പ്രതിഷ്ഠാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുകളെ പോലുള്ള പ്രമുഖ വ്യക്തികളെ ഭീഷണിപ്പെടുത്താൻ വരരുത്. അച്ചവരെ ആളുകൾ ഉറക്കാലത്തോടെ എന്തായിരിക്കും വൃത്തിയാക്കുന്നത്? ഈ നാട്ടിൽ ജനങ്ങൾക്ക് പരിമാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് വയനാടുകൾ ജലപ്പാപത്തിന്റെ നിരാശോട്ടയിലുള്ള പാലങ്ങളിൽ ജോലി ചെയ്ത തൊഴിലാളികളെ നടത്തുന്നത് ഭീഷണിപ്പെടുത്തി വീടുകളാരും സമാധാനമായി വീടുകൾക്ക് ഓർക്കാമെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ഉയർന്നിരിക്കണം.
അവർ പരവരം നിർദ്ദേശിക്കുന്നു, അവർ മുന്നോട്ട് കാലുകെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മര്യാദയോടെ സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് മാത്രം കണ്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ ഇടവകയുടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ചാലകശക്തിയുടെ യുവജന വിഭാഗമാണ്. ആ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റിന് ഈ യോഗത്തിന് നന്ദി പറയുവാൻ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രൊഫസർ എം സി മാത്യു സർ, ഉള്ളൂർ സെന്റ് സ്റ്റീഫൻസ് ഫൊറോന ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോർജ് കുടുംബണ്ട്, മറ്റ് എന്റെ സ്നേഹിതരെ, ആദ്യമായി ഞാൻ നന്ദി പറയേണ്ടത് പ്രായത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മുടെ കോളേജ് സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റാലി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ റാലിക്ക് നേതൃത്വം നൽകിയ എം സി മാത്യു സാറിന് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രസംഗം നേരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ ആത്മീയ നേതാവ്, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്താനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ യോഗം അവസാനിച്ചേക്കുന്നു. എല്ലാവരും സമാധാനമായി വീടുകളിലേക്ക് നീങ്ങുക. സമാധാനം പോവാതിരുന്നാ മതി.